ഡയറ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് പലരും പറയുന്നൊരു കാര്യമാണ് സമയമില്ലായ്മ അല്ലെങ്കിൽ കാശില്ലായ്മ. ഡയറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണെന്നാണ് പലരും വിചാരം. എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ പണികളും ചെയ്ത് ഒരു വീട്ടമ്മയായിരുന്നു അന്ന് ഞാൻ എൻ്റെ സ്വന്തമായ രീതിയിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. കാര്യം അന്നും ഇന്നും എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ, എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെല്ലാം വേണമോ അതെല്ലാം നമ്മൾ നേടിയെടുത്താലേ നമുക്ക് കൈ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ട് നമുക്ക് ആസ്വദിച്ചിരിക്കാൻ, അത് വെയിറ്റ് ലോസ് ആണെങ്കിലും അത് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാനാണെങ്കിലും അത് ആഗ്രഹിച്ചിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത് കണ്ട് നമ്മൾ അതോ എനിക്കൊന്നും അങ്ങനെ ആകാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാകാൻ പറ്റുന്നില്ല? എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചൊരു സംഭവമുണ്ട്. എൻ്റെ ഒരു സെക്കൻഡ് ഡെലിവറിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു സ്കാനിങ്ങിന് പോലും ഞാൻ കിടന്ന് ബുദ്ധിമുട്ടിയൊരു അവസ്ഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോ സ്കാനിങ്ങിനും എനിക്ക് നോർമൽ സ്കാനിങ്ങിലൊന്നും എൻ്റെ വയറിന് തടിപ്പ് അല്ലെ വയറിന് കട്ടിയുള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും ആ ഒരു നോർമൽ സ്കാൻ ചെയ്യാൻ പറ്റാതായിട്ട് അല്ലാത്ത രീതിയിൽ എനിക്ക് നോർമൽ സ്കാനിങ് ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം വയറിന് ഭയങ്കര തടിപ്പാണ്, അല്ലെ വയറിന് ഭയങ്കര കൊഴുപ്പാണ്. ആ ടൈമിൽ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ഉൾപ്പെടെ എന്നെ വഴക്ക് പറഞ്ഞൊരു അവസരം ഉണ്ടായിരുന്നു. ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഇത്രയും വെയിറ്റ് വെച്ചതിനും അല്ലെങ്കിൽ ഇത്രയും ഫാറ്റ് വയറ്റിൽ വെക്കുക ആയതിൻ്റെ പേരിൽ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയെന്ന് മാറാൻ ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കും നമ്മൾ മാറിത്തുടങ്ങി. അതെപ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ഒരു മാസം കൊണ്ടല്ലായിരിക്കും, ഒരാഴ്ച കൊണ്ടല്ലായിരിക്കും, നമുക്ക് കിട്ടുന്നത് 2-3 മാസത്തിനിടയ്ക്ക് നമ്മൾ മാറ്റം വന്നു തുടങ്ങും. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാവരും ഒരു മാസം കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർത്തിപ്പോകും. അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് എന്ത് വേണേലും നേടണമെന്ന് നമ്മൾ വിചാരിച്ചാൽ വെയിറ്റ് ലോസ് അല്ല, എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടത്താൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത് നോക്കി നമുക്ക് കുറ്റം പറഞ്ഞിരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മുടെ മക്കളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ സന്തോഷത്തിൽ കൊണ്ടുപോകാൻ എല്ലാം ഈ ഒരു പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് നേടിയെടുക്കാൻ നമ്മൾ കൂടി മനസ്സ് വെക്കണമെന്ന് മാത്രം. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് അന്നും ഇന്നും ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തതുകൊണ്ടാണ് ഇന്നും നല്ല സുന്ദരിയാണെന്നും അല്ലെ ഫേസിൽ ഇത്ര ഗ്ലോ വരുന്നതെന്നൊക്കെ എല്ലാവരും ചോദിക്കാറില്ലേ. അതിനൊക്കെ മാറ്റം വന്നത് ഞാൻ എൻ്റെ ഈ രൂപത്തിൽ നിന്നും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റം വന്നതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഫേസ് മാറത്തില്ല, പല്ലും മാറത്തില്ല. കാര്യം ഞാൻ പ്ലാസ്റ്റിക് സർജറി ഒന്നും അല്ല ചെയ്തത്. ഞാൻ എൻ്റേതായ രീതിയിൽ ഡയറ്റ് ചെയ്ത് നല്ല രീതിയിൽ എൻ്റെ ഫേസ് ഗ്ലോ ആയെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായി അറിയാം. അത് ഞാൻ അനുഭവിക്കുന്നതുമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഡയറ്റ് ചെയ്യാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാത്തൂൻസ് ഡയറ്റ് ഗ്രൂപ്പിലും ചേരാം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടൊരു വെയിറ്റ് ലോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ തരാൻ തയ്യാറാണ്. അപ്പം മറക്കണ്ട, നല്ല ഹെൽത്തി ആയിട്ടൊരു വെയിറ്റ് ലോസ് ആകണം.